ഹായ് ഫ്രണ്ട്സ്, ബ്ലൂ വാലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നതല്ല, നമ്മൾ പോകുന്നത് ചെന്തരുണി ഡാമിലെ കുട്ടവഞ്ചി സവാരിക്കാണ്. അതിന് മുമ്പായി പുളിയറയിലെ കാഴ്ച ഇവിടെ നമുക്ക് കാണിച്ചേക്കാം. ഇതാണ് പുളിയറയിലെ കാഴ്ച. ഇത് പുളിയറയിലെ ഒരു വയലും അതിൻ്റെ പച്ചപ്പുമാണ്. ഇനി നമ്മൾ 13 കണ്ണറ പാലവും കൂടെ കാണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ കുട്ടവഞ്ചി സവാരി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് തമിഴ്നാട്ടിലെ ഒരു ഗൃഹാതുരമുണർത്തുന്ന ഒരു കാഴ്ച. കൃഷിയും പച്ചപ്പും പശുക്കളെ മേച്ചുകൊണ്ട് നടത്താൻ വലിയൊരു അട്രാക്ഷൻ തന്നെയാണ്. കാഴ്ച കാണേണ്ടത് തന്നെയാണ്. ഇതാണ് 13 കണ്ണറ പാലം. വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് ഇത് കാണാൻ. നല്ല ഭംഗിയും ഒക്കെയാണ്. ഇതിൻ്റെ മുകളിലത്തെ വ്യൂ അടിപൊളിയാണ്. പക്ഷേ നമ്മൾ മുകളിലൊന്നും പോണില്ല. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റൊക്കെ കിട്ടുന്ന സ്ഥലം. ടിക്കറ്റ് കൗണ്ടർ ഇതാ ഇവിടെയാണ്. രാവിലെയൊക്കെ ആണെങ്കിൽ റോഡിന് സൈഡിന് പോകും. നമ്മൾ കുട്ടവഞ്ചി സവാരിയിലേക്ക് ആണ് അടുത്ത യാത്ര. ഇതാണ് ചെന്തരുണി ഡാമിൻ്റെ കുട്ടവഞ്ചി സവാരിയാണ്. നമ്മൾ കയറി നമ്മൾ തുടങ്ങി. നല്ല ആളുള്ള സ്വഭാവമാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ കുട്ടവഞ്ചിയിൽ ഒന്ന് കയറണമെന്ന്. ഇന്ന് ആദ്യമായിട്ടാണ് അത് സാധിച്ചത്. മുമ്പ് 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ 2 പ്രാവശ്യം എനിക്ക് ഈ കുട്ടവഞ്ചി കയറാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഈ ഡാമിൻ്റെ കാഴ്ചകളും ഈ കുട്ടവഞ്ചി സവാരി ഒക്കെ ഒന്ന് കാണാം. ഇവിടെയൊക്കെ വലിയ വനമല്ലേ ഇതൊക്കെ? ഇവിടെ ബോട്ടിങ് എത്രയാണ്? പിന്നെ അവിടെ സ്റ്റേ ഉണ്ടല്ലോ, അതെത്ര? ഓ അവിടെയല്ലേ ഈ ചെങ്കുറിഞ്ഞ് മരം ഉള്ളത്? ഇന്ത്യയിൽ അവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? ഇന്ത്യയിലെ ലോകത്താ? ഏഷ്യയിൽ. ഞാൻ പറയുന്നത് ചെങ്കുറിഞ്ഞ് മരത്തെക്കുറിച്ചാണ്. ഏഷ്യയിൽ കുറച്ച് മരങ്ങളെ ബാക്കിയുള്ളൂ. അത് ഈ ചെന്തരുണി വനത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഈ ഡാമിന് ഉള്ളിലുള്ള ഒരു ദ്വീപിൽ അല്ലേ? ദ്വീപിലല്ലേ? ദ്വീപിലല്ല, ഒരു കാട്ടിൽ. ഇതിൻ്റെ ഈ വനമേഖലയിൽ മാത്രമേ ഈ മരമുള്ളൂ. ഇത് തൈലെടുക്കാനല്ലേ ഉപയോഗിക്കുന്നത്? സുഗന്ധ ഇത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അത്രയേ ഉള്ളൂ, അറിവേ ഉള്ളൂ. ഇവിടെയൊക്കെ നല്ല ആഴമാണല്ലേ? അങ്ങനെ നമ്മൾ തുഴഞ്ഞ് ഈ ഒരു മരത്തിൻ്റെ അടുത്തെത്തി. നിറയെ ശാഖകളുള്ള ഒരു മരം. എന്ത് മരമെന്ന് അറിയത്തില്ല. വാഗയെങ്കിലും ആണത്. വാഗ തന്നെ, വാഗ. എന്തായാലും ഈ കുട്ടവഞ്ചി കയറുമ്പോൾ എണീച്ച് നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലേ? എണീച്ച് നിന്നാൽ അവർ ബാലൻസ് പോകും. ഇപ്പം നമ്മളെ കൂടെ സഹായിച്ച് വേണം ഇതിൽ യാത്ര ചെയ്യാൻ. ഇവർ ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെയും ഒക്കെ കറക്കിയും എടുത്തൊക്കെയാണ് ഇവർ യാത്രകൾ. അടിപൊളി യാത്ര തന്നെയാണ്. കാരണം നല്ല സൂര്യ അസ്തമയക്കാരായതുകൊണ്ട് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. കഴിഞ്ഞ് വന്നപ്പോൾ വേറെ 2 കൂട്ടരല്ല, ഒരു കുട്ടവഞ്ചിയിൽ ഒരു ഫാമിലി അവരിങ്ങോട്ട് വരികയാണ്. അവരെവിടെയോ പോയിട്ട് തിരികെ മടങ്ങുന്നതാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഹായ് സാർ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി. നിറയെ പടർപ്പുകളും കാടുകളും പള്ളിക്കുടിലുകളും ഒക്കെ ഉള്ളതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബോട്ട് സവാരിയെക്കാളും മികച്ചത് കുട്ടവഞ്ചി സവാരി. നോക്കാം. അല്ലെങ്കിൽ സാറ് ഇതിനകത്തോടെയാണ് കൊണ്ടുപോകണം. നോക്കാം ഇതെങ്ങനെയാണെന്ന്. തല തട്ടാ നോക്കണേ. ഇനി കാലിനിട്ട് കിടന്നാൽ മതി. മരങ്ങളും തട്ടാ. ഞാൻ എന്തായാലും കിടക്കുകയാണ്. ഒരു സ്ഥലത്ത് തട്ടി, ഒരു ചെറിയ വള്ളി തട്ടി, മറുവള്ളി തട്ടി. എന്തായാലും അടിപൊളിയല്ലേ?
ഞാൻ കുറച്ചുകൂടെ കുട്ടേരകത്തോട്ട് കിടക്കുകയാണ്, തല തട്ടായിരിക്കും. ചില പുഴുവെങ്കിലും ഉണ്ടെങ്കിലാ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല, പേടിയില്ല. കാടിൻ്റെ ഭംഗി വെള്ളത്തിരുന്ന്. വള്ളമെന്ന് പറയാൻ പറ്റത്തില്ല, കുട്ടവഞ്ചി ആയതുകൊണ്ട് വള്ളവും തുറത്തി. ഞാൻ വള്ളം പോലെ തന്നെ. ഇപ്പോൾ കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ കുട്ടവഞ്ചി ഉണ്ട്. ഇവിടെയും പിന്നെ അടവി എക്കോ ടൂറിസത്തിലും കുട്ടവഞ്ചി സവാരിയുണ്ട്. അത് കുറച്ച് നാൾ മുടങ്ങി കിടക്കായിരുന്നു. അതിനുശേഷം അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ആദ്യമേ ഉണ്ടല്ലേ, ഇവിടെ ആദ്യമേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഈ കുട്ടവഞ്ചി സവാരി ഉള്ളതാണ്. എന്നാൽ നമ്മൾ തുഴഞ്ഞൊരു ഇല്ലിക്കാട്ടിൻ്റെ ഇടയിലെത്തി. വഴിയില്ല. കാലൊക്കെ നീട്ടി വെച്ച് പിന്നെ നമ്മൾ വന്ന വഴിയിലേക്ക് തിരിഞ്ഞ്. ഇത് തുഴയാൻ തന്നെ ഒരു എക്സ്പീരിയൻസ് വേണം, നല്ല അറിവും ബോധവും ഒക്കെ വേണം. അത് ഇവരെ കയ്യിൽ ഭദ്രമാണ്, അതുകൊണ്ട് നമുക്കൊന്നും പേടിയില്ല. അഡ്വഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും ഒരു പേടി നമുക്കില്ല. മരത്തിൽ ഒരു മരം ചാഞ്ഞിടക്കണം കേട്ടോ, അത് തൊട്ട് നോക്കട്ടെ. ആ മരത്തിൽ നിന്ന് തൊട്ടപ്പോൾ തന്നെ ഇതിൻ്റെ മാറി കണ്ട കുട്ടവഞ്ചി ആ ഒരു. അപ്പോൾ നമ്മൾ എണീച്ച് നിൽക്കുകയാണെങ്കിൽ വെട്ടിപ്പഴം ആദ്യമായിട്ടൊക്കെയാണ് അങ്ങനെ ഒരു മരത്തിൽ കുറച്ചുകൂടെ മരത്തിൽ തട്ടാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ തലയും തട്ടാതിരിക്കാൻ ഞാനും ശ്രമിക്കുന്നുണ്ട്. കറങ്ങി ഒരു ഗ്യാപ്പ് കണ്ടെത്തിയാണ്. അടിപൊളി. ഇത് തട്ടി മാറ്റി മുമ്പോട്ട് നമ്മൾ മുമ്പോട്ട് അല്ലേ, മുമ്പോട്ട് ഒരിക്കലും പുറകോട്ടില്ല. ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ മാറി. അടിപൊളിയല്ലേ, കായൽ പോലെ തന്നെ അല്ലേ. ഇതിന് മുമ്പ് നമ്മൾ ഇതുപോലെ യാത്ര ചെയ്ത് എന്തായാലും പെഡൽ ബോട്ടിങ്, ഈടവ പെഡൽ ബോട്ടിങ്, അത് നമ്മൾ യൂട്യൂബ് ചാനലിൽ കുഴപ്പമുണ്ട്. നമുക്ക് യൂട്യൂബ് ചാനലിനേക്കാളും മികച്ചത് യാത്രകളാണ്. ഇതുപോലുള്ള യാത്രകൾ അതിനേക്കാളും അടിപൊളി. എന്തായാലും യാത്രകൾ അങ്ങും കുറേ തുരുത്തുകൾ കാണാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അരുവാക്കൂടെയാണ് യാത്രകൾ ചെയ്യുന്നത്, മരത്തിനിടയിൽ കൂടെ. അതാണ് കുറച്ചുകൂടെയൊക്കെ ഭംഗി തോന്നുന്നു. പിന്നെ സെൻറ്ററിലോട്ട് പോയി ഒന്നുമില്ല, ചുറ്റാക വെള്ളം, അത്രയേ ഉള്ളൂ. പിന്നെ കുട്ടി ഉള്ളതുകൊണ്ട് ഒരു കണക്ക് സേഫ്റ്റി അത് തന്നെയാണ്. തുഴഞ്ഞ് നമ്മൾ പിന്നും സെൻറ്ററിലോട്ട് നീങ്ങി. ഡാമിൽ വന്ന് ഇങ്ങനെ ഒരു സാഹസിക വിനോദത്തിൽ ഏർപ്പെടാതിരുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സെന്തുരണി ഡാമിൽ വരണം. ഈ ഡാമിൽ വന്ന ബോട്ടിംഗ് സവാരിയോ കുട്ടവഞ്ചി സവാരിയോ ചെയ്തിരിക്കണം. അത് അതിൻ്റേതായ ഒരു ഭംഗി തന്നെയുണ്ട്. ഇപ്പം കറക്കയാണ് ഇത്. അടിപൊളി. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കറക്കി ഓടിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും കിടന്ന്. അടിപൊളി. ഇതാണ് ഇവിടുത്തെ മെയിൻ ഇവരെ രസിപ്പിക്കുന്ന ഒരു ഘടകം. കുട്ടവഞ്ചി അതിൻ്റെ സെൻറ്ററിലോട്ട് നിർത്തിയിട്ട് കറക്കവും കറങ്ങി തല ഇറങ്ങുന്നുണ്ട് ചെറുതായിട്ട്. പതുക്കെ ആക്റ്റീവായി. അങ്ങനെ നമ്മൾ എണീച്ച്. ഓക്കെ, താങ്ക് യു. പോട്ടെ, ടാറ്റ. അപ്പോൾ ബ്ലൂ വാലി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും സൈനിങ് അപ്പ്.